ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇട്ടായിരുന്നു, ഒരു ട്രാവലിംഗ് വ്ളോഗ്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ എപ്പോഴും എങ്ങനെ ഈ കഫയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിടുന്നത്? നിങ്ങൾക്കും ബോറടിക്കില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റൂം ടൂർ ആണ്. അപ്പം ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് ടു ഷെയർ മൈ ലിറ്റിൽ സ്പേസ് വിത്ത് യു ഓൾ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം എൻ്റെ റൂമിലേക്ക്. ഇതാണ് എൻ്റെ റൂം. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ചെറുതായി ഇത് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇവിടുന്ന് ആദ്യം തുടങ്ങും. ആ മൂലയിൽ നിന്ന് തുടങ്ങാം. കമോ. അപ്പം ഇവിടുന്ന് തുടങ്ങാം. അതായത് ഈ കാണുന്നത് നമുക്ക് ജാക്കറ്റൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്കിവിടെ ഞാനിപ്പോൾ ഒരു ജാക്കറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ക്രോക്സ് ഞാൻ ഇവിടുന്ന് ജർമ്മനി വന്നിട്ട് വാങ്ങിയതാട്ടോ. പിന്നെ ഈ ഷൂസും പിന്നെ അതും എനിക്ക് പപ്പ വാങ്ങി തന്നതാണ്. ഇത് വിൻ്റർ, ഈ രണ്ടെണ്ണം വിൻ്ററിന് വേണ്ടിയുള്ള ഷൂസാട്ടോ. ഇന്നിപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. ഇത്ര ദിവസം മൂടി കിടക്കുമായിരുന്നു. ഇന്നിപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ച് എടുത്തതാണ്. ഓക്കെ, ഈ ഫ്ലോറ് വുഡനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുവാണെങ്കിൽ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും. പക്ഷേ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വുഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല രസമാണ്. നോക്കിയേ, മൊത്തത്തിൽ ഈ കാണുന്നതാണ് സ്ട്രാങ്ക് എന്ന് വെച്ചാൽ അലമാര. ഇവിടെയാണ്, ഇതിനകത്താണ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ വലിയ വൃത്തിക്കൊന്നുമല്ല വെച്ചിരിക്കുന്നത്, എന്നാലും ഓക്കെ. അപ്പോൾ ഈ കാണുന്നത് ഞാൻ 5 € കൊടുത്ത് വാങ്ങിയ ജാക്കറ്റാണ്. എങ്ങനെയുണ്ട്? 5 € ഉള്ളൂ ഇതിന്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ആപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ആകെപ്പാടെ 5 € ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ കട്ടിയുള്ള ഡ്രസ്സ് താഴെ വെച്ചു, കട്ടിയില്ലാത്തത് സമ്മർ ഡ്രസ്സൊക്കെ മുകളിലേക്ക് വെച്ചു. കാരണം വിൻ്റർ വരുവാണല്ലോ, അപ്പോൾ എളുപ്പത്തിൽ എടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു. കാണാൻ പോകുന്നത് എൻ്റെ മിററാണ്. ഇതാണ് എൻ്റെ മിറർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിററാണ്. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ട, നല്ല ഭംഗിയാണ്. അവിടെ ഇരിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൂട്ട് കേസാണ്. ഇതിലാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഇതാ ഈ കാണുന്നത് ഹീറ്ററാട്ടോ. ഇതിപ്പോൾ എത്രയിലാണ് കിടക്കുന്നത്? 1-ലാണ് കിടക്കുന്നത്. ഞാൻ നല്ല തണുപ്പ് വരുവാണെങ്കിൽ മാക്സിമം ഒരു 4 വരെയാണ് ഇടാറ്. ഇതിൽ 5 വരെ ഉണ്ട്. ഇത് 5 വരെ ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം 4 അല്ലെങ്കിൽ 3 ഇതിലാണ് എപ്പോഴും ഇടാറ്. ഇന്നിപ്പോൾ വലിയ തണുപ്പില്ല, അപ്പം അതുകൊണ്ട് 1-ലിട്ടിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ബെഡ്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ കിടന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ, പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ നമ്മൾ വീട്ടുകാരെയൊക്കെ വിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ ബെഡിൽ കിടന്ന് കരഞ്ഞ് തീർക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ബെഡിൽ കിടന്നതും ഞാൻ ഉറങ്ങിപ്പോയി, കരയാനൊന്നും പറ്റിയില്ല. മേ ബി വന്നതിൻ്റെ ക്ഷീണം കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ അല്ല, എന്നാലും നല്ല സുഖമാണ് ഇവിടെ കിടന്നാൽ. നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഇവിടെ ജർമ്മനിയിലെ ഹെർബ്സ്റ്റ് എന്ന് വെച്ചാൽ ഓട്ടം സീസൺ, അതായത് ഈ ഇലകളൊക്കെ പൊഴിയുന്ന സീസണാണ്. ഇത് കഴിയുമ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും വിൻ്റർ തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ പുറം ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എന്താ പറയുക, ഈ മരങ്ങളൊക്കെ ഇളം പച്ചയും ഇളം മഞ്ഞ കളറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി, കാണാൻ നല്ലൊരു വേറൊരു ഫീല് തരും കേട്ടോ. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് ഇതാ, ഇവിടെ കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. എങ്ങനെയുണ്ട്? ഇനി അടുത്തത് കാണാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി ടേബിൾ ഭയങ്കര വൃത്തിയായിട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ ഭയങ്കര ഡെക്കറേഷനൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്. സിമ്പിൾ ആൻഡ് ക്ലീൻ, അതാണ് എൻ്റെ വൈബ്. അപ്പോൾ ഇതാ ഈ കാണുന്നത് എൻ്റെ ജർമ്മൻ നോട്ട്സാണ്. ഒരു A1 to A2 വരെയുള്ള എല്ലാ നോട്ട്സും ഉണ്ട്. കാരണം നമ്മൾ ഈ ഗ്രാമാറ്റിക്കൊക്കെ എപ്പോഴും എടുത്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ മറക്കും. അപ്പോൾ ഈ മറക്കുന്ന ടൈമിൽ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ഈ ബുക്ക് ഞാനിവിടെ വന്ന ടൈമിൽ വായിക്കാൻ തുടങ്ങിയതാണ്. 1 മാസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 7 മാസമായി, എന്നിട്ട് ഞാൻ വായിച്ച് തീർന്നിട്ടില്ല. ഞാൻ എവിടെയോ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിനകത്തെ ഫ്ലവറൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എടുത്ത് കളഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കതങ്ങ് കളയാൻ തോന്നുന്നില്ല. അങ്ങനെ ഇതാണ് കമ്പ്യൂട്ടർ. അറിയാത്ത പോലെ ഇത് ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഈ ചെറിയ കണ്ണാടി ഞാൻ ഇറ്റലിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇറ്റലിയിൽ ഉരുളവിന് പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതുണ്ടോ, ഇത് ഇറ്റലിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി എൻ്റെ കബോർഡ് ഒന്ന് ചെറുതായി കാണിക്കാം. ഇത് വലിയ വൃത്തിയായിട്ടൊന്നുമല്ല, ഞാൻ ഇതൊന്നും വൃത്തിയാക്കിയില്ല. ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഇതിനകത്തൊന്നും എൻ്റെ ഫേവറേറ്റ് അല്ല. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് തേടി നടക്കുകയാണ് ഞാൻ. ഉള്ള DMലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ഇതുവരെ എനിക്ക് എൻ്റെ ഒരു ലീബ്ലിങ്സ് ലിപ്പ് ആൻഡ് സ്റ്റിഫ്റ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബാഗ് എനിക്ക് എൻ്റെ പപ്പ വാങ്ങി തന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഭംഗിയാണ്. ഞാൻ എപ്പോഴും ഇടാറൊന്നുമില്ല. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നതാണ്. ഞാനിത് ഇടാറില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ എൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റീസ് ഉണ്ട്. നോക്കിയേ, ഈ കാണുന്നതൊക്കെ എൻ്റെ ക്രിയേറ്റിവിറ്റീസാണ്. പിന്നെ ഈ കാണുന്നത് ആരാന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് ഷിൻചാൻ. അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എനിക്ക് പേര് വലിയ കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് പുള്ളീനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇഷ്ടമല്ല കഴിഞ്ഞിട്ട് എന്തിനാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഞാനല്ല വരച്ചിരിക്കുന്നത്, ഇത് മിറിയമാണ് വരച്ചത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ റൂം മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.